കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു 4 മെത്തേഡ്സിൽ ഹോം മെയ്ഡ് ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒന്നുകിൽ ഇതുപോലത്തെ കടയിൽ നിന്ന് മേടിക്കുന്ന പ്ലെയിൻ ഫോം ഷീറ്റുകൾ യൂസ് ചെയ്യാം. ഓക്കെ, അത് അല്ലെങ്കിൽ നമ്മളുടെ ഹോം മെയ്ഡ് ഫോം ഷീറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോം മെയ്ഡ് ഫോം ഷീറ്റ്. നമ്മൾ പല ടൈപ്പിൽ പല മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് ഹോം മെയ്ഡ് ഫോം ഷീറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പല കളേഴ്സ് എങ്ങനെ ഫോം ഷീറ്റിൽ കൊടുക്കാം എന്ന് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം ഫസ്റ്റ് ഐഡിയ നമ്മൾ ചെയ്യാം. അതിനായിട്ട് ഗ്ലിറ്റേഴ്സ് യൂസ് ചെയ്യാം. ഈ ഒരു ഗ്ലിറ്റർ നമ്മൾ നല്ല കോസ്റ്റ്ലി ഗ്ലിറ്റർ ആണ്, പക്ഷെ നല്ല ഫൈൻ ആയിരിക്കും. പിന്നെ അതില്ലെങ്കിൽ ഇതുപോലത്തെ പാക്കറ്റ്സിൽ മേടിക്കാൻ കിട്ടും. അതും അല്ലെങ്കിൽ നമുക്ക് ഹോം മെയ്ഡ് ഗ്ലിറ്റേഴ്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ചെറിയ പാക്കറ്റ് ഹോം മെയ്ഡ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോം ഷീറ്റ് എടുത്തിട്ട് അതിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് ഗ്ലൂ ഇൻ ദ സെൻസ് ഒരുപാട് കുറവാവരുത് കേട്ടോ. അത്യാവശ്യത്തിന് ഗ്ലൂ വേണം, എന്നാലാണ് നമ്മുടെ ഈ ഒരു വർക്ക് സക്സസ് ആവുള്ളൂ. അതിനുശേഷം നമ്മുടെ ഗ്ലിറ്റർ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് നമ്മുടെ ഹോം മെയ്ഡ് ഗ്ലിറ്റർ ആണ് ഇട്ട് കൊടുത്ത്. ഇതിൻ്റെ വീഡിയോസ് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ താഴെ ഒരു ഷീറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇട്ട് കൊടുത്തത്. വീണ്ടും അതിലോട്ട് എക്സസ് ആയിട്ട് നിൽക്കുന്നത് തട്ടി കൊടുക്കുകയാണ്. എന്നിട്ട് അത് വീണ്ടും അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള ഗ്ലിറ്റർ നമുക്ക് സേവ് ചെയ്ത് വെക്കാം. അപ്പോൾ എപ്പോഴും ഗ്ലിറ്റർ വർക്ക് ചെയ്യുമ്പോൾ താഴെ ഒരു ഷീറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാ നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു ഷീറ്റ് ഇതാ ഇതുപോലെ മടക്കിയിട്ട് കൈ വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പ്രസ്സിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പേപ്പർ വെക്കരുത്, ഇങ്ങനത്തെ എന്തെങ്കിലും പ്ലാസ്റ്റിക് ഷീറ്റുകൾ വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് ഉണങ്ങാൻ വേണ്ടി മാറ്റി വെക്കാം. ഓക്കെ, അപ്പോൾ ഇതാ ഉണങ്ങി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു ബൗളിലോട്ട് 2 ഗ്ലൂവും 1 വെള്ളവും, അതായത് 2:1 എന്ന റേഷ്യോയിൽ ഗ്ലൂവും വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. ഒരിക്കലും ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കരുത്, ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുക്കണം കണ്ടോ. ഇതുപോലെ ഇങ്ങനെ കൊടുക്കാം. നമ്മൾ വലിച്ച് പെയിൻറ് ചെയ്യുന്ന പോലെ വലിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഗ്ലിറ്ററൊക്കെ പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് എല്ലായിടത്തും നമ്മൾ ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇനി ഇത് നമുക്ക് ഉണങ്ങാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഓക്കെ, ഇനി നമ്മുടെ സെക്കൻഡ് മെത്തേഡ് നോക്കാം. അത് ഉണങ്ങുന്നതിന് മുന്നായിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ഹോം മെയ്ഡ് ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മളുടെ ഒരു ഫോക്കാർട്ടിൻ്റെ ആക്ലിക് കളേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതൊരു ഇനാമൽ കളേഴ്സ് ആണ് ആക്ലിക്കിൻ്റെ. അപ്പോൾ ഈ കളേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് നല്ലൊരു ഗ്ലോസ് ഫിനിഷിങ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കളേഴ്സ് നമുക്ക് എല്ലാ ഭാഗത്തും നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഹോം മെയ്ഡ് ഫോം ഷീറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഹോം മെയ്ഡ് ഫോം ഷീറ്റിൽ കളർ ഫോം ഷീറ്റിൻ്റെ മുകളിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ പ്ലെയിനിൽ വേണമെങ്കിൽ പ്ലെയിൻ ആയിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന നമ്മുടെ ഫോം ഷീറ്റിൻ്റെ മുകളിലായാലും നമുക്കിത് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാ നമ്മൾ എല്ലായിടത്തും നന്നായിട്ട് കളേഴ്സ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഗ്ലിറ്റർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഗ്ലിറ്റർ പൗഡർ ഹോം മെയ്ഡ് തന്നെയാണ്. ഗോൾഡ് കളേഴ്സോ സിൽവർ കളേഴ്സോ അപ്ലൈ ചെയ്യുക. വേറെ കളേഴ്സ് ഇങ്ങനത്തെ കളേഴ്സിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യാതിരിക്കുക കേട്ടോ. ഇത് ഞാൻ ബ്രഷ് കൊണ്ട് അപ്ലൈ ചെയ്തപ്പോൾ അത്രയും പെർഫെക്റ്റ് ആയില്ല. അതിനുശേഷം ഞാൻ കുറച്ച് ഗ്ലൂ വെറുതെ ഇതിൻ്റെ മുകളിൽ വീണ്ടും അപ്ലൈ ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. ഓക്കെ, അങ്ങനത്തെ കളേഴ്സ് ഇല്ലെങ്കിൽ നമ്മുടെ നോർമൽ ഫാബ്രിക് കളേഴ്സ് ഉണ്ടല്ലോ, നമ്മൾ ബോട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ആക്രിലിക് ബോട്ടിൽ, ഇങ്ങനത്തെ ചെറിയ ബോട്ടിൽ മേടിക്കുന്ന പേൾ കളേഴ്സ്, ഈ ഒരു പേൾ കളേഴ്സ് ആയാലും ഇങ്ങനെ അടിച്ചു കൊടുക്കാം നമുക്ക്. ഓക്കെ, അപ്പം അത് ഇതും ചെയ്യാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതും ചെയ്യുന്നത്. അതിൻ്റെ മുകളിൽ നമ്മൾ ഗ്ലിറ്റർ ഹോം മെയ്ഡ് ഗ്ലിറ്റർ ഗോൾഡൻ കളറാണ് നമ്മൾ ഇട്ട് കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് പെയിൻറ് ഉണങ്ങിയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഇട്ടിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ അത് കുറച്ച് അധികം വേണമെങ്കിൽ കുറച്ച് നന്നായിട്ട് തന്നെ ഗ്ലിറ്റർ ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഇതുപോലത്തെ ടെമ്പറ പെയിൻറ് മേടിക്കാൻ കിട്ടും. അത് വളരെ റേറ്റ് കുറവാണ്, അതായാലും യൂസ് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ ഒന്ന് ഗ്ലോസ് ആവാൻ വേണ്ടിയിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഇതുപോലെ സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു ട്രയലാണ്. നമുക്ക് ഈ സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. സെല്ലോ ടേപ്പ് ഒട്ടിക്കുമ്പോൾ നല്ല ഗ്ലേസിങ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ, നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണാനായിട്ട്. ഇനി ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് ഉണ്ട്. ലാസ്റ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ എങ്ങനെയാണ് പെർഫെക്റ്റ് ആവുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇത് നമുക്ക് നമ്മളുടെ സെല്ലോ ടൈപ്പ് ഒട്ടിച്ച് കൊടുത്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ സെല്ലോ ടൈപ്പ് ഇപ്പം ഞാൻ ജസ്റ്റ് മടക്കി വെച്ചിട്ടുണ്ട്. മടക്കണമെന്നൊന്നുമില്ല, നേരെ തന്നെ ഇരുത്തിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മളുടെ ബാക്കിയുള്ള ഡസ്റ്റും അതേ സെയിം മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ നെക്സ്റ്റ് ടെസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സെയിം പോലെ തന്നെ ഹോം മെയ്ഡ് ഫോം ഷീറ്റിൻ്റെ എടുത്തിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഹോം മെയ്ഡ് ഫോം ഷീറ്റ് അല്ലാതെ നമ്മളുടെ ഞാൻ പറഞ്ഞില്ല, എപ്പോഴും നേരത്തെയും പറഞ്ഞ പോലെ നോർമൽ ഫോം ഷീറ്റിൻ്റെ മുകളിലും ചെയ്യാവുന്ന
ചെയ്യാവുന്നതാണ്. ഇതിൽ നമുക്ക് ആക്രിലിക് ഡസ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇത് ഗ്ലിറ്റർ പൗഡറിന്റെ ഫൈൻ ആയിട്ട് ഇരിക്കുന്ന ഒരു ഫോമാണ്. ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഡസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ നമ്മുടെ ഗ്ലിറ്റർ പൗഡർ ഇട്ട പോലെ തന്നെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റിന്റെ മുകളിലോട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത ഫോം ഷീറ്റ് വെച്ച് കൊടുത്തതിന് ശേഷം അതിന്റെ മുകളിൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്നുമില്ല, സെയിം പോലെ തന്നെ നമ്മളുടെ ഗ്ലിറ്റർ എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്തത് അതുപോലെയാണ്. പക്ഷെ ഇത് ഗ്ലിറ്ററിന്റെ അത്രയും എംബോസ് ചെയ്ത് നിൽക്കില്ല, പക്ഷെ നല്ലൊരു ഷൈനിങ് ആൻഡ് ഗ്ലിറ്റർ എഫക്റ്റ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതും നമ്മൾ സെല്ലോ ടേപ്പ് ആണ് ഒട്ടിക്കുന്നത്. ഇതിന് പകരമായിട്ട് നമുക്ക് ഗ്ലൂ നമ്മൾ ഫസ്റ്റ് ഇതിൽ ചെയ്തില്ല അതുപോലെ ചെയ്യാം കേട്ടോ. ഇതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് മെത്തേഡിൽ സെല്ലോ ടേപ്പ് ഇങ്ങനെ ടേബിളും ഒട്ടിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ആ ഫോം ഷീറ്റ് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കുറച്ച് ഭാഗം മുകളിലോട്ട് നിൽക്കുന്ന വിധത്തിൽ സെല്ലോ ടേപ്പും കൂടെ വെച്ചിട്ട് ഒട്ടിക്കുകയാണ്. അപ്പോൾ ഈ ഒട്ടുന്ന ഭാഗം മുകൾ ഭാഗത്താണ് കേട്ടോ. അതിനുശേഷം വീണ്ടും നമ്മൾ അത് ഫുൾ ഫില്ല് ചെയ്യണം. അപ്പോൾ വീണ്ടും നമ്മൾ അടുത്ത സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക. അതായത് ഓവർലാപ്പ് ചെയ്ത് ഒട്ടിച്ച് ഫോം ഷീറ്റിനേക്കാളും വലിയൊരു പീസാക്കി എടുക്കണം. എന്നിട്ട് ആ ഒരു സൈസിൽ നമ്മൾ ഗ്ലിറ്റർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ അടിയിൽ നിന്ന് നമ്മുടെ ആ പേപ്പർ നമ്മൾ മാറ്റിയെടുക്കുക കേട്ടോ. ഓക്കെ, എന്നിട്ട് നമ്മുടെ ആ ഫോം ഷീറ്റ് ഇതിനെ മുകളിലോട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്, ആ ഗ്ലിറ്റർ ഇട്ട ഭാഗത്ത്. എന്നിട്ട് വീണ്ടും ഒരു സെല്ലോ ടേപ്പ് എടുത്തിട്ട് നമ്മൾ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുക. ഈ സെല്ലോ ടേപ്പ് നമ്മൾ ഒട്ടിച്ച് ലെങ്ത് കൂട്ടി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ ഒട്ടിച്ച് കൊടുത്ത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. പ്രസ് ചെയ്തിട്ട് ഇത് തുറന്ന് എടുത്തതിന് ശേഷം ഇതിൻ്റെ ബാക്കി നിൽക്കുന്ന ആ ഒരു നമ്മുടെ സെല്ലോ ടേപ്പുകളൊക്കെ ഉണ്ടല്ലോ അതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അതിന് മുന്നായിട്ട് നന്നായിട്ട് കൈ വെച്ചൊന്ന് പ്രസ് ചെയ്യണം കേട്ടോ. ഒരല്പം സെല്ലോ ടേപ്പ് നമ്മുടെ ഫോം ഷീറ്റിനേക്കാളും പുറത്തോട്ട് നിൽക്കുന്ന വിധത്തിൽ നിങ്ങൾ കട്ട് ചെയ്യാം. ഇതെല്ലാം കട്ട് ചെയ്തിട്ട് ജസ്റ്റ് അയൺ ചെയ്ത് കൊടുക്കാം. ഒരു ക്ലോത്ത് മുകളിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പം ഇത് നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. നമുക്ക് ലാസ്റ്റ് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഫോം ഷീറ്റിന്റെ മുകളിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതിന്റെ മുകളിൽ നമ്മൾ ഗ്ലിറ്റർ പൗഡർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു. നമ്മൾ റെഡ് കളർ ചെയ്തില്ലേ ഫസ്റ്റ്, അതേ മെത്തേഡ് തന്നെയാണ്. എന്നിട്ട് ഇതിന്റെ മുകളിൽ നമ്മൾ ഗ്ലൂവിന് പകരമായിട്ട് നമ്മൾ വേറൊരു മെത്തേഡാണ് ചെയ്തത്. റെഡിൽ നമ്മൾ ഗ്ലൂ അല്ലേ ഇട്ടേ, അപ്പം അതിന് പകരമായിട്ട് നമുക്ക് ഇതുപോലെ ഒരു സെല്ലോ ടേപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സെല്ലോ ടേപ്പ് ആണ് ഒട്ടിച്ചു കൊടുത്തത്. എന്നിട്ട് ഇതിന്റെ എക്സസ് ആയിട്ടുള്ള ഷീറ്റ് ഫുള്ളായിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ, കുഴപ്പമില്ല. ഓക്കെ, എന്നിട്ട് ഇനി ഇതിൻ്റെയും ടെസ്റ്റ് നമുക്ക് ചെയ്യാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫിക്സ് ആവട്ടെ, എന്നിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് എല്ലാതും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഫസ്റ്റ് തന്നെ നമുക്ക് ഗോൾഡൻ ഡസ്റ്റ് ഇട്ടതൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഗോൾഡൻ ഡസ്റ്റ് ഇട്ടത്. ഇതൊന്ന് നമുക്ക് ഈ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ചെയ്യാം. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ, ഒരു ഗ്ലോസി ലുക്കൊക്കെ ഉണ്ട്. എന്താണ് നമ്മളുടെ പെയിന്റ് അടിച്ച പോലെയല്ല, അതിനേക്കാളും നല്ലൊരു ഷൈനിങ് ആയിട്ടുള്ളതാണ് നിൽക്കുന്നത് കേട്ടോ. ഇത് ഓക്കെയാണ്. പക്ഷെ എനിക്ക് തോന്നിയത് ഇതിൽ നമ്മൾ ടേപ്പ് ഒട്ടിച്ചതിന് പകരമായിട്ട് നമ്മളുടെ ആ ഗ്ലൂ ലാസ്റ്റ് മെത്തേഡിൽ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നേ. സെല്ലോ ടേപ്പ് ഒട്ടിച്ച് ഇങ്ങനത്തെ ഷേപ്പൊക്കെ ചെയ്യാൻ നല്ലതാണ്. ഫ്ലവേഴ്സ് ചെയ്യാനാണെങ്കിൽ നമ്മൾ ഇതിന് മുകളിൽ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നതാണ്, എന്നാലും കുഴപ്പമില്ല കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മുടെ പേൾ കളേഴ്സ് ചെയ്തതാണ്. ഇത് നമുക്ക് നേരത്തെ ഞാൻ ഗോൾഡ് ടെസ്റ്റ് പറഞ്ഞ പോലെ തന്നെയാണ്. ഇത് ഒന്നും കൂടെ ഒന്ന് എംബോസ് ചെയ്യണമെങ്കിൽ ഗ്ലിറ്റർ പൗഡേഴ്സ് കുറച്ച് അധികമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഗ്ലിറ്റർ പൗഡേഴ്സ് ഇടാതെയാണ് ഇപ്പോൾ ഈ ഒരു പീസ് ഞാൻ ഇപ്പോൾ കട്ട് ചെയ്യുന്നത്. ഇതും അതുപോലെ തന്നെ നമ്മളുടെ സെല്ലോ ടേപ്പിന് പകരമായിട്ട് ഗ്ലൂ ലാസ്റ്റ് കോട്ട് കൊടുത്താൽ മതിയായിരുന്നു, അപ്പോഴാണ് കുറച്ചുകൂടെ നല്ലത് കേട്ടോ. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത മെത്തേഡ് നമ്മൾ സെല്ലോ ടേപ്പിൽ ഗ്ലൂ ഇട്ട് ചെയ്തതും അതുപോലെ തന്നെ ലാസ്റ്റ് ഗ്ലിറ്ററിന്റെ മുകളിൽ സെല്ലോ ടേപ്പ് ഒട്ടിച്ചതുമാണ്. ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു പൗച്ച് പോലെ ഓപ്പൺ ആയി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അത്രയും വർക്ക് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഫോം ഷീറ്റ് ആയിട്ട്. എന്താ വെച്ചാൽ ഇങ്ങനെ പൗച്ച് പോലെ നിന്നാൽ ഇനി കട്ട് ചെയ്യുമ്പോൾ ഷേപ്പുകളൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഊരി പോരാനുള്ള ചാൻസസ് ഉണ്ട്. വേണമെങ്കിൽ ആ ഒരു ഭാഗത്ത് നമുക്ക് ജസ്റ്റ് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. പക്ഷേ ഇതൊന്നും ട്രൈ ചെയ്യണ്ട, കാണാൻ പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല ഗ്ലോസി എഫക്റ്റ് ഉണ്ട്. പക്ഷെ സക്സസ് ആയില്ല വർക്ക്. ഓക്കെ, ലാസ്റ്റ് നമ്മൾ ഏറ്റവും ഫസ്റ്റ് ചെയ്ത മെത്തേഡ് ഇത് റിയലി പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് ആ കോട്ടിംഗ് ഒക്കെ കൊടുത്ത കാരണം നമ്മളുടെ ഗ്ലിറ്റർ ഒന്നും നമ്മുടെ കയ്യിലൊന്നും വരുന്നില്ല, നന്നായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന അതേ എഫക്റ്റ് തന്നെയുണ്ട്. ഇത് നമ്മൾ ഹോം മെയ്ഡ് ഫോം ഷീറ്റുമേലാണ് ചെയ്തത്. അതിന് പകരം നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഫോം ഷീറ്റിന്റെ മുകളിലാണ്
നമ്മൾ ഈ ഒരു ഇത് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിയൽ നമ്മുടെ ഹോം മെയ്ഡ് ഫോം ഷീറ്റിൻ്റെ പോലെ തന്നെ ഇരിക്കും കേട്ടോ. ഇത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഗ്ലിറ്റർ ഫോം ഷീറ്റ് നല്ല റേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ ഫോം ഷീറ്റ് മേടിച്ചിട്ട് ഇതുപോലെ ഗ്ലിറ്റർ ഫോം ഷീറ്റ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതും നല്ലൊരു മെത്തഡാണെന്നാണ് എനിക്ക് തോന്നുന്നത്. റേറ്റ് ഭയങ്കര കുറയ്ക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഹോം മെയ്ഡ് ഫോം ഷീറ്റ് ഉണ്ടാക്കിയിട്ട് എടുക്കാം. ഇത് ഓക്കെയാണ്. ഇതുകൊണ്ട് നമുക്ക് ഫ്ലവേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങളപ്പോൾ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നുകിൽ നിങ്ങൾ നോർമൽ ഫോം ഷീറ്റ് മേടിച്ചിട്ട് അതിൽ ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ അത് മേടിക്കാൻ പറ്റാത്തവർ ഈ ഹോം മെയ്ഡ് ഫോം ഷീറ്റുമേ ട്രൈ ചെയ്യുക. തികച്ചും ഇത് സക്സസ് ആയി മാറും, ഒരു ഡൗട്ടും വേണ്ട. അതിൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഹോം മെയ്ഡ് ഫോം ഷീറ്റിലാണെങ്കിൽ 9 മാർക്കാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക. അതല്ല, നമ്മൾ ഇത് നമ്മുടെ കടയിൽ നിന്ന് മേടിക്കുന്ന പ്ലെയിൻ ഫോം ഷീറ്റുമ്മലാണ് നമ്മൾ ഈ ഒരു ഗ്ലിറ്റർ ചേർക്കുന്നതെങ്കിൽ റിയലി നമ്മുടെ കറക്റ്റായിട്ട് 10 ഔട്ട് ഓഫ് 10 മാർക്ക് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും കടയിൽ നിന്ന് മേടിക്കുന്ന ഫോം ഷീറ്റിൻ്റെ എഫക്റ്റ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ നോർമൽ ഫോം ഷീറ്റിനേക്കാളും ഡബിൾ ആണ് റേറ്റ് നമ്മുടെ ഗ്ലിറ്റർ ഫോം ഷീറ്റിന് കേട്ടോ. അപ്പോൾ എല്ലാവരും വേണമെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വരും വരേക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.